തൃശൂർ തൊട്ടിപ്പാളിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2019-2020 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ വില്ലേജുകളും സ്മാർട്ട് ആക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ എന്നും അതിന്റെ ഭാഗമായുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബറിൽ പുറത്തിറങ്ങുമെന്നും കെ രാജൻ പറഞ്ഞു. കേരളത്തിലെ റവന്യൂ വകുപ്പിനുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ എത്രയേറെ വിമർശനങ്ങൾക്ക് നടുവിലും അഭിമാനപൂർവ്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്നതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ വകുപ്പിൻ്റെ മുന്നിലൊരു പരാതിയുമായി ചെന്നാൽ ആ പരാതി പരിശോധിക്കാൻ കേരളത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് അതിൻ്റെ നിയതമായിട്ടുള്ള നിയമാവലി മാത്രം പരിശോധിച്ചാൽ മതിയാണ്. എന്നാൽ റവന്യൂ വകുപ്പ് തന്നെ പുറത്തിറക്കിയ 116ഓളം നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും കോടതി വിധികളും ഇടക്കാല ഉത്തരവുകളും ചട്ട ഭേദഗതികളും ഒക്കെ പരിശോധിക്കുന്നതിനോടൊപ്പം ഒരു സേവന വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം റവന്യൂ വകുപ്പിനുണ്ട് എന്നുള്ളതുകൊണ്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഓഫീസുകളാണ് എപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ ഓഫീസുകളായി വരിക.